ഒരുപാട് വരകളിലൂടെ മനുഷ്യർക്കിടയിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലേക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് അഭിലാഷ് സാറ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നടന്നിട്ടുള്ള സോളോ എക്സിബിഷനകത്ത് പങ്കെടുത്തിട്ടുള്ള ഏക മലയാളി ഇദ്ദേഹമാണ്. ഇതുപോലെ ഒരുപാട് സവിശേഷതകൾ ഇദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഭിലാഷ് സാറുമായിട്ടാണ്. സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മാഷ നമസ്കാരം. ഓക്കെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം മാഷ് പോലെ ഒരാളെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ്. ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, സ്വയം പ്രയത്നത്തിലൂടെയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വര അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്നതാണ്. ചിലർക്ക് അത് ഇൻബോൺ ടാലൻ്റ് ആയിരിക്കും, ചില ആളുകൾ അത് സ്കില്ല് പഠിച്ചെടുക്കുന്നതായിരിക്കും. ഈ ഒരു പ്രയത്നത്തിലൂടെ മാഷ് എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു വരയിലേക്ക് എത്തിയിട്ടുള്ളത്? ഓക്കെ, നല്ല സാമ്രാജ്യത്തിലൊന്നും എത്തിയിട്ടില്ല. വളരെ ചെറുപ്പത്തിലേ വരയ്ക്കും. കോളേജിലൊക്കെ എത്തിയപ്പോൾ അവിടെ ഞാൻ പഠിച്ച കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. അവിടെ ഒരു AC രാജ ആർട്ടിസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അതിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ മത്സരത്തിനൊന്നും പങ്കെടുക്കുന്ന ചിത്രകല അല്ല, അത് വേറൊരു വലിയൊരു വിശാലമായ ലോകം അവിടെ ഉണ്ട്. മാത്രമല്ല മറ്റു പല മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈ ചിത്രകലയിൽ ഭയങ്കര എക്സ്പേർട്ടായ ആൾക്കാരാണെന്നൊക്കെയുള്ള തോന്നിയത്. പ്രത്യേകിച്ച് വിഷ്വൽ സെൻസ്, അതേപോലെ നമ്മളെ ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെയുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ആർട്ടിസ്റ്റുകളായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ക്യാമ്പിൽ നിന്ന് കിട്ടിയ അവർ ഓരോ വിഷയങ്ങളൊക്കെ എടുത്ത് വരയ്ക്കുന്നതും അവരുടെ മനസ്സ് തോന്നുന്ന വരയ്ക്കുന്നതൊക്കെ ഈ ക്യാമ്പുകളിൽ കണ്ടാണ് യഥാർത്ഥത്തിൽ ചിത്രകല എന്ന് പറയുന്നത് ഇത്രയൊരു വിശാലമായ സാധനം ഉണ്ടെന്നും നമുക്ക് സൊസൈറ്റിനോടൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് പറ്റിയൊരു ടൂളാണ്. അതാണ്, അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റ് ആയിട്ടില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിലുള്ള, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഭാഷയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണത്. എല്ലാവർക്കും, എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെ മനസ്സിലും ചിത്രമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ എന്നുള്ള നിലയ്ക്കൊക്കെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇടം അതാണ്. ഞാൻ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, ഞാൻ മറ്റെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എൻ്റെ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവം. ശരിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചു തുടങ്ങിയതാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചാണോ, അല്ലെങ്കിൽ സ്വയം ഉള്ള? ഇല്ല, ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും എവിടെയും പഠിച്ചിട്ടില്ല. സ്കൂളിൽ ചിത്രകലാ അധ്യാപന ബാലമാഷ് ഉണ്ടായിരുന്നു. ബാലമാഷ് ആദ്യം ബാലപാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പറയുമല്ലോ, ഓരോ മത്സരത്തിനൊക്കെ പോകുന്ന ആൾക്കാർ വരയ്ക്കുന്നതും കാണുന്നതൊക്കെ ചെയ്തും കേട്ടും ഒക്കെ അങ്ങനെ വരച്ചെടുത്താണ്. പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തും അല്ലാണ്ടൊക്കെ നമ്മൾ കാണുന്ന മരങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ വരച്ച് അങ്ങനെ ആയതാണ് തുടങ്ങിയിട്ടുള്ളത്. അതെ, അങ്ങനെ തുടങ്ങി. ഇതിൽ മാഷ ചിത്രങ്ങളിൽ പലതിലും നോക്കുന്ന സമയത്ത് ഇപ്പം പലരും അവഗണിക്കപ്പെട്ടതും അല്ലെങ്കിൽ മറച്ചു വെക്കപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളും അങ്ങനെയുള്ള ഒരു ഇടത്തു നിന്നൊക്കെയാണ് കയറി വന്നത്. അങ്ങനെ ഒരു സ്ഥലം മനസ്സിലുണ്ട്. രണ്ടാമത്തത്, ഞാൻ എപ്പോഴും മനസ്സിൽ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രകാരനാണ് വാൻ ഗോഗ്. വാൻ ഗോഗും വരച്ചത് വലിയ പ്രഭുക്കന്മാരെയോ രാജാക്കന്മാരെയോ എന്നല്ല വരച്ചത്. നേരെ മറിച്ച് മറ്റ് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അത്തരത്തിലുള്ള വരകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് വാൻ ഗോഗ് ഈ പറഞ്ഞിരിക്കുന്ന ഖനികൾക്കിടയിലുള്ള ആൾക്കാർ, കൃഷിക്കാർ, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വരച്ച് പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു മനസ്സിലുണ്ട് എപ്പോഴും. വാൻ ഗോഗും മനസ്സിലുണ്ട്, അതേപോലെ നമ്മളുടെ കടന്നു വന്ന വഴികളും മനസ്സിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്നേരം നമ്മൾ ആ ഒരു സൊസൈറ്റിയോട് നമ്മൾ കാണിക്കുന്ന ഒരു കരുതലും കൂടിയാണത്. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളുടേതായ ആൾക്കാർ കാണുമ്പോൾ അവർക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവരെ പറ്റി നമുക്ക് പറയാനോ. അത് എവിടെ ഒരു ചിത്രമൊക്കെ ഉണ്ട്, നമ്മളെ കൊട്ടമടയുന്നതും അതേപോലെ ശ്രീദേവിയുടെ ചിത്രവും, അങ്ങനെ കുറേ ചിത്രങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അപ്പം നമുക്ക് അവരെ പറ്റി പറയാനാകുമല്ലോ. അവരെ പറ്റി പറയാനാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ചിത്രം എന്നുള്ളത്. മാഷ് ശ്രീദേവി എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ മെൻഷൻ ചെയ്തു. അതെ. ശരിക്കും അത് ഭയങ്കര ഒരു സ്റ്റോറി, ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അത് ചെറിയ രീതിക്കൊന്ന്, അത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ പേരാമ്പ്ര ടൗണിൽ കാണാറുള്ള ഒരു പ്രത്യേക ഒരു ലേഡിയായിരുന്നു അവർ. മുഖം നിറച്ചും പൗഡറൊക്കെ ഇട്ട്, അതേപോലെ ഒരു കുടയും ചൂടി, കയ്യിലെപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പത്രവും പിടിച്ച്, അവർ പട്ട് സാരി ഉടുത്ത് ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു മെല്ലിച്ചൊരു സ്ത്രീ നടന്നു പോകുന്നതാണ്. ഇത് ഞങ്ങളുടെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച GP സ്കൂളിൻ്റെ അടുത്താണ് അവരുടെ വീടും.
പിന്നീടാണ് അവർ മരിച്ച പേരൊക്കെ നമ്മൾ അറിയുന്നത്, വർഷങ്ങൾക്ക് ശേഷം. മരിച്ച എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ കാണുന്നതെന്നൊക്കെ ഉള്ളത്. അതൊരു സിനിമാ സ്റ്റോറി പോലത്തെ ഒരു കാര്യമാണ്. അവർക്ക് നമ്മളെ പേരാമ്പ്ര ടൗണിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് കോടികൾ വില വരുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അനുഭവിക്കാതെ, ഇതൊന്നും അറിയാതെ, ഒരു മരിച്ചതുപോലെ അറിയാതെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ അഴുകിയ ശരീരം പോലും കാണുന്നത്. അപ്പം അതൊരു നമ്മളെന്താ പറയുക, അതൊരു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ കുറേ അന്വേഷിച്ചു, പക്ഷേ എവിടെയും കിട്ടിയില്ല. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഈ അവരുടെ കണ്ട ഓർമ്മയിൽ, പണ്ട് മാർക്കറ്റിലും അതിലൂടെയൊക്കെ അവർ സാധനം മേടിക്കാൻ വന്ന കണ്ട ഓർമ്മയിൽ വരച്ചത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഒരുപാട് പേര് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെയായിരുന്നു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ചിത്രത്തിനെ പറ്റി എല്ലാ അഭിപ്രായം, നമ്മൾ എന്ത് ചെയ്താലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനെയും സ്വീകരിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഓരോ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ ചിത്രത്തിലേക്ക് നോക്കുമ്പോഴും ഓരോ ഫ്രെയിമിൽ നോക്കുമ്പോഴും അതിലേക്കൊന്നും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പം നമ്മൾ ഇപ്പം എൻ്റെ പുറകിലിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൽ ഞാൻ നോക്കിയ സമയത്ത് ഒരമ്മ തൻ്റെ കുട്ടിയെ മുലയോട്ടുന്നൊരു ചിത്രമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ചിത്രം മാത്രമാണ് അത്, പക്ഷെ അതിൻ്റെ പിന്നിലും ഒരുപാട് കഥകളുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കഥ എന്താണെന്നുള്ളത്, അത് കഥ എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മുടെ ഒരു അവസ്ഥയും കൂടിയാണ്. കാരണം നമ്മൾ ജനിച്ച് വീഴുമ്പം നമ്മൾ അത്രയ്ക്കും പ്യുവറായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. അമ്മയുടെ ഒരു സ്നേഹം, കരുതൽ, മുലയൂട്ടൽ, അത്തരത്തിലുള്ള രീതിയിലൊക്കെ. പിന്നീടാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓരോന്നിനെയും നമ്മളെ ജീവിതമായിട്ട്, നമ്മളെ ഓർമ്മകളായിട്ടൊക്കെ നമ്മൾ അസിമുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിയുന്നേരം നമ്മളനുസരിച്ചിട്ടുള്ള ജീവിതത്തിൽ ഓരോരുത്തർക്ക് അവരവരുടെ അനുഭവ അന്തരീക്ഷത്തിൽ നിന്ന് ഓരോന്നും കിട്ടും. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ എന്താകുക എന്നുള്ളത് നമുക്ക് പോലും നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ എത്ര ഗിഫ്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹവും അമ്മ എന്ന് പറയുന്ന ആൾ അനുഭവിക്കുന്ന ആ ഒരു ആത്മനിർവൃത്തി എല്ലാം കൂടിയും ചേർത്ത് കൊണ്ടാണ് ആ ചിത്രങ്ങൾ വരച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെയുണ്ട്, തൊട്ടടുത്ത് തന്നെ കാണാൻ ഒരു ചിത്രം കാണാം. നമ്മളെ ഈ പുതിയ ലോകത്ത് ചാറ്റ് GPT അതേപോലെ AI മീഡിയ ഒക്കെ നമ്മളിനി എന്ത് ചെയ്യും, മനുഷ്യൻ അപ്പോഴും നഗ്നനായിട്ടാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായത്. പക്ഷെ ചുറ്റിലും പൊയ്മുഖങ്ങളും പല ഇമോജികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ചുറ്റും, അതാണ് നമ്മൾ പറഞ്ഞ ചിത്രം വരയ്ക്കുന്ന നേരം ശരിക്കും നമ്മൾ ആദ്യം നോക്കി വരയ്ക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ മനസ്സിലുള്ള സാധനത്തിന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം, വളരെ എന്താ നമ്മൾ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണത്. അതിലൂടെ നമുക്ക് കുറേ സംസാരിക്കാനോ, ആ സംസാരത്തിലൂടെ ആ ചിത്രം നമുക്ക് മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. ഇപ്പം സാറൊരു അധ്യാപകനാണ്, കെമിസ്ട്രി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. അപ്പോൾ രസതന്ത്രവും ഈ ആർട്ടും, കലയും രസതന്ത്രവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രൊഫഷനാണ്, ഒന്നൊരു പാഷനാണ്, ഇത് രണ്ടും മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു രസതന്ത്രം? എനിക്കൊരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പല ആൾക്കാരിടുന്നു കേൾക്കുന്നൊരു ചോദ്യമാണത്, എങ്ങനെയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒന്നാണ് യഥാർത്ഥത്തിൽ. നമ്മളങ്ങനെ വ്യത്യാസമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രസതന്ത്രം, ആ പേര് തന്നെ വളരെ മനോഹരമാണ്, രസവും അല്ലേ, രസതന്ത്രം അത് വേറെ അർത്ഥത്തിലാണ് രസം. എന്നാലും സയൻസ് ഇതുമായിട്ട് ബന്ധമുള്ള സാധനം. നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഈ വരയ്ക്കുന്ന കളറുകളൊക്കെ കെമിസ്ട്രി അല്ലേ, ഓരോ കളറുകളും കെമിസ്ട്രിയാണ്. അപ്പം അതിന് കെമിസ്ട്രിയുടെ ഏറ്റവും ബന്ധമുള്ള ആർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചിത്രകല തന്നെയാണ്. പിന്നെ അതിൻ്റെ എന്ത് മെറ്റീരിയലൊക്കെ, അങ്ങനെ ഒരു മെറ്റീരിയൽ എന്നുള്ള കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ രസതന്ത്രം പറയുന്നത് എന്താണ്, ആളുകൾ കൂടിച്ചേരുമ്പോഴാണ് ഭംഗി എന്നാണ്. രസതന്ത്രത്തിൻ്റെ അടിസ്ഥാന കാര്യം തന്നെ എങ്ങനെയാണ്, ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വ്യത്യസ്തമായ തന്മാത്രകൾ ഉണ്ടാകുന്നു. അപ്പോൾ ആറ്റങ്ങളുടെ സ്വഭാവമേ അല്ല കൂടിച്ചേരലുകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്ന, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന സയൻസാണ് രസതന്ത്രം. അതുപോലെ തന്നെ കളറുകളുടെ കൂടിച്ചേരലുകളിൽ നിന്നാണ് പുതിയ ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. അത് തന്നെ മതി ഇത് തമ്മിലുള്ള ബന്ധം പറയാം. അപ്പം അങ്ങനെ കളറുകൾ കൂടിച്ചേർന്ന് പുതിയ ചിത്രമാകുന്നു, അതൊരു പുതിയ ചിത്രം പുതിയ കാര്യം പറയുന്നു. അതുപോലെയുള്ളൊരു കാര്യം തന്നെയായിട്ട് പറയും ഇതിൽ. അപ്പം പല ആളുകളും ഇപ്പം മാതൃഭൂമിയിലും അല്ലെങ്കിൽ പല മനോരമയിലാണെങ്കിലും പല പേപ്പറുകളിലും ഫ്രണ്ടിൽ ഒരു കാർട്ടൂൺ ഉണ്ടാവും. പക്ഷെ ആ കാർട്ടൂണ് പല പൊളിറ്റിക്സും നമ്മളോട് പറയാതെ പറയും. അതെ. അപ്പോൾ ചിത്രത്തിന് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ? കാർട്ടൂണ് യഥാർത്ഥത്തിൽ ചിത്രത്തിൻ്റെ വേറൊരു വേർഷനാണ്. അതിൻ്റെ ഹാസ്യവും പൊളിറ്റിക്സും ദൈനംദിന സാധനങ്ങളും വെച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മളും പറയുക. അത്തരത്തിലുള്ള കാർട്ടൂണുകളൊക്കെ വരച്ചിട്ടുണ്ട്, വരച്ചതിന് ആവശ്യമായ ചില പണികളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പൊളിറ്റിക്കലായി നമ്മളൊരു സാധനത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന നേരം നമുക്ക് ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാകുക. കാർട്ടൂണുകൾ കുറച്ചുകൂടി വരയ്ക്കാൻ എളുപ്പമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാർട്ടൂൺ ജനിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ആ കാർട്ടൂണിസ്റ്റിന് ഒരുപാട് എന്ത് വേണോ, നല്ല കാഴ്ചപ്പാടുള്ള ഒരു കാർട്ടൂണിസ്റ്റിന് മാത്രമേ
ഒരു നല്ല ആശയപരമായിട്ടുള്ള നല്ലൊരു കാർട്ടൂൺ സൃഷ്ടിക്കാനാകും. അതെ, തീർച്ചയായും. അതുപോലെ തന്നെ ചിത്രങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സോഷ്യലി ഉള്ള രീതിയിലല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെയും ഈ തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അതെ. കാർട്ടൂണുകൾ ഡയറക്റ്റായിട്ട് ദൈനംദിന പൊളിറ്റിക്സ് ആണ് ഒരു പക്ഷേ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുക. നമ്മൾ ആർട്ട് അങ്ങനെയല്ല, ഒരു പക്ഷേ കാലങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പം ഗോർണിക്ക പിക്കാസോൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഗോർണിക്ക ഇനി എത്ര കാലം കഴിഞ്ഞാലും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന വിഷമങ്ങളെക്കുറിച്ച്, അത് കുട്ടികളിൽ അമ്മമാരിലുണ്ടാക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് പറയാനാകുന്ന ചിത്രം ഇന്നും ലോകത്ത് ഗോർണിക്കയാണ്. നിങ്ങളൊരു സ്ത്രീയുടെ ചിരിയുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ മൊണാലിസയിലാണ് എത്തുക. അപ്പോൾ അത് ഇന്നും എന്നും എന്താണ്, നമ്മൾ ആ ചിത്രം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ എത്ര ചിത്രങ്ങളുണ്ട്. രാജാരവിവർമ്മയുടെ ഓരോ ചിത്രങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്. അത് പിന്നെ ഓരോ സൗന്ദര്യതലത്തിൽ നമ്മൾ പറയുന്നവരോ അത് ഇനി എത്ര കാലം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിത്രം ഇനി ഏത് കാലവും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇടവും കൂടിയാണ്, നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഒരു ഇടവും കൂടിയാണ് ഓരോ ചിത്രങ്ങൾ. ഇതിൽ പലതിലും പ്രകൃതി ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട്. പല ചിത്രങ്ങളിലും പ്രകൃതിയും ആർട്ടും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? പ്രകൃതിയും ആർട്ടും തമ്മിൽ ബന്ധമുള്ളൂ. അത് ഏറ്റവും വലിയ ബന്ധമാണത്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് വേണ്ടി കലാപരമായ സൃഷ്ടികൾ ഉണ്ടാക്കിയത് ചിത്രകാരന്മാരാണ്. അവർ വരച്ച് തീർത്ത എത്രയോ സീനറികളുണ്ട്. ഞങ്ങളൊക്കെ എത്രയോ ചെറുപ്പത്തിൽ കണ്ട സീനറികളുണ്ട് ഇല്ലേ? എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ ചെറു പ്രാണികളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി വരച്ച് നമുക്ക് വേണ്ടി പുനർജനിപ്പിച്ച് തന്ന ആൾക്കാരാണിത്. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മളെ ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ ദിനോസറുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ദിനോസറുകളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നതാരാ? ഉണ്ടായിരുന്നു എന്ന് കഥകൾ മാത്രമല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ വിഷ്വൽ സെൻസിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? ആർട്ടിസ്റ്റാണ് അല്ലേ? തീർച്ചയായും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇനിയിപ്പം നമ്മൾ 2080 അല്ലെങ്കിൽ 2050 നമ്മൾ സൂര്യനിലെത്തും അല്ലെങ്കിൽ വ്യാഴത്തിലെത്തും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നതായിരിക്കുമെന്ന് ഇന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്ന ആരാണ്? ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റുകളാണ് നിങ്ങളുടെ കാഴ്ചയെ എന്ത് ചെയ്യുന്നത്, ഇത്രമേൽ നിറച്ചു തരുന്നത്. അല്ലേ? തീർച്ചയായും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളെ ചോദിച്ചതിന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ചിത്രമുണ്ട്, ഇവിടെ ഒരു തിമിംഗലവും മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഞാൻ വരയ്ക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിമിംഗലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു ജീവിയായി നമ്മൾ പരിഗണിക്കുന്നത്. ഒരു പക്ഷേ ദിനോസറുകൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ നാളെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് തിമിംഗലം. അതിൻ്റെ നിലനിൽപ്പ് അത്രയ്ക്കും പ്രയാസത്തിലാണ്. അതിന് കാരണക്കാരായിട്ടുള്ള അവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മനുഷ്യന്മാരാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ ആ ചിത്രത്തിൽ കാണാം, ഒരു കുടയിൽ നഗ്നനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ തിമിംഗലത്തിനോട് സംസാരിക്കുന്നത് കാണാം. തിമിംഗലം നിൽക്കുന്നത് കടലിലല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചൂടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പറന്നു നിൽക്കുന്ന ഒരു തിമിംഗലമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത് ഞാനൊരു സമയത്ത് നമ്മുടെ ഈ കാലാവസ്ഥയും വ്യതിയാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആശയങ്ങളൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട്, ഒരു കോളേജിൽ നടക്കുന്ന എക്സിബിഷന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രമാണത്. താഴെ നിങ്ങൾക്ക് ആ ചിത്രത്തിന് താഴെ നിങ്ങൾ കെട്ടിടങ്ങളൊക്കെ കാണാം. ആ കെട്ടിടത്തിൻ്റെയും താഴെ നിങ്ങൾക്ക് കുറച്ച് കുടിലുകളും കാണാം കേട്ടോ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തുനിന്നും മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് അവിടെയും കാണാം. നിങ്ങൾക്ക് ആ ചിത്രം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ സാധനങ്ങളൊക്കെ കാണാം. ഇതിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഒരു ആർട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് വരയ്ക്കണം അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള ആളുകൾ പോലും പക്ഷെ കുറച്ച് വരയ്ക്കും, പക്ഷേ അതിനൊരു പാഷനായിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൂടുതൽ വരയ്ക്കാനോ അവർ ശ്രമിക്കാറില്ല. പലപ്പോഴായിട്ടും എന്ത് ചെയ്യും, അത് പകുതിയിൽ വെച്ച് നിർത്തി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് വരയ്ക്കാൻ ഇഷ്ടമുള്ള, ആർട്ടിന് ഇഷ്ടമുള്ള, അത് ഏത് മേഖലയിലാണെങ്കിലും കലാപരമായിട്ട് ഇഷ്ടമുള്ള ആളുകളോട് മാഷ് എന്താ പറയുന്നത്? ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഭാഗ്യവന്മാരാണെന്നുള്ളതാണ്. കാരണം നമ്മളെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലത്തെ മീഡിയകൾ, ഈ മീഡിയ ഒക്കെ വന്നപ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആയത് ആർട്ടിസ്റ്റുകൾക്കാണ്. നമുക്ക് ലോകത്തെവിടെയുള്ള ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് വർക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നേരം ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പോൾ ഇനി ഒരാൾ നന്നായി വരയ്ക്കുന്നു, ഒരാൾ മോശമായി വരയ്ക്കുന്നു, ആ പേഴ്സ്പെക്റ്റീവിന് ഇപ്പം ഒരു സ്ഥാനമേ ഇല്ല. ഓരോ ആർട്ടിസ്റ്റിനും അവർക്ക് അവരുടേതായ കഴിവുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന ആൾക്കാരായിരിക്കും,
മറ്റെന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഡിസൈനേഴ്സ് ആയിരിക്കും. ഡിസൈനേഴ്സ് തന്നെ മൾട്ടി ലെവൽ ഡിസൈനേഴ്സ്, കാർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, ചെരുപ്പ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ. അതൊരു ഭയങ്കരമായ ലോകമാണ്. അതുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ആ പാഷനെ നഷ്ടപ്പെടുത്തുകയേ ചെയ്യരുത്. കാരണം മുന്നിലുള്ളത് ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ ലോകമാണ് മുന്നിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താനാത്ത ആൾക്കാരാണ് ഈ ആർട്ടിസ്റ്റുകൾ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും പിറകിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡിസൈൻ ഉണ്ടാവും. നിങ്ങളുടെ ഷർട്ട്, നിങ്ങളുടെ പാൻറ്, നിങ്ങളുടെ മൈക്ക്, നിങ്ങളുടെ ക്യാമറ, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് കമ്മോഡിറ്റി ആയിക്കോട്ടെ, നിങ്ങളിരിക്കുന്ന ചെയർ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങൾ കാണുന്ന കെട്ടിടങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ, ഞാൻ പറഞ്ഞ പോലെ വെറുതെ ചിത്രം വരയ്ക്കുക, ശില്പകല മാത്രമല്ല. ആർട്ടിസ്റ്റ് ഇവിടെ നിങ്ങൾ ആർട്ടിസ്റ്റിനെ ആരും മുന്നിൽ കൊണ്ടുവരുന്നില്ലെങ്കിലും ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാകാൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആർട്ടിസ്റ്റ് ഉണ്ടാകണം. മാത്രമല്ല ആർട്ടിസ്റ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റിക്കൽ മൈൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളതൊക്കെ ഭംഗിയുള്ളതായിരിക്കും. നിങ്ങൾക്കൊന്നിലും ഈ സോക്കോൾഡ് നമ്മളുടെ ഉള്ളിൽ പലരും സൃഷ്ടിച്ച് വെച്ച സൗന്ദര്യമില്ലായ്മകളും സൗന്ദര്യത്തിൻ്റെ അളവുകോലൊക്കെ അല്ലേ, ഇത് മുഴുവനും നിങ്ങളില്ലാണ്ടാവും. നിങ്ങളെ മുന്നിൽ കാണുന്ന ഓരോ ചെറിയ പുൽക്കൊടി നാമ്പ് പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള സൗന്ദര്യമുള്ളതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സന്തോഷത്തെയും എല്ലാ ഹാപ്പിനെസ്സിനെയും നിങ്ങൾക്ക് കൊണ്ടുവരാനായ ഈ നിങ്ങൾ ചുറ്റും എല്ലാ സാധനത്തിൻ്റെ ചിത്രമായിട്ടൊന്ന് നോക്കിയാൽ മതി. അവിടെ എല്ലാം ഭംഗിയുള്ളതായിരിക്കും. അതുകൊണ്ട് ആർട്ടിസ്റ്റ് ആകുക എന്ന് പറയുന്നത് വരച്ച് പണമുണ്ടാക്കുക എന്നുള്ളതിനേക്കാളുപരി അതൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ചുറ്റുമുള്ളതിനെ സ്വീകരിക്കാനും എല്ലാത്തിലും സൗന്ദര്യം കാണാനും എല്ലാത്തിനെയും സ്വീകരിക്കാനും എല്ലാത്തിനോടും ഇഷ്ടം തോന്നാനുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ചിത്രകാരൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ള ആൾക്കാർ അത് കുറച്ചുകൂടി ഗിഫ്റ്റഡ് ആണ്. എല്ലാവരും വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരാണ് പിക്കാസോ പറഞ്ഞാൽ. ആരൊക്കെ നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാവരും മനസ്സിലും അതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചിത്രകാരന്മാരാണ്. ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ കൂടുതൽ വരയ്ക്കുക. അതെ, ഇപ്പം മാഷ് പറഞ്ഞ ഒരു കാര്യം പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിപ്പോൾ ഞാൻ ചോദിച്ചാണെങ്കിൽ കൂടി, നമ്മളിപ്പോൾ ആരോടെങ്കിലും ഒരു ചിത്രം വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യുക ഒരു മലയും ഒരു സൂര്യനും ഒരു ചെറിയ വീടും വയലൊക്കെയാണ്. അപ്പോൾ അത് അത്രത്തോളം ആളുകളിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നു, ചുറ്റുപാടിനെ അവർ അത്രത്തോളം ആർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. കുറേ കൂടി ടെക്നോളജികൾ വളർന്നു വരുന്നുണ്ട്. ഒരു പഴയതുപോലെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ നമ്മളൊരു സ്ഥാപനത്തിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ChatGPT വളരെ വൃത്തിയുള്ള ഫോട്ടോ വരുന്നുണ്ട്. ഒരു ചിത്രമാണെങ്കിലും ഹിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രം വരയ്ക്കുന്ന ChatGPT ഉണ്ട്. അപ്പോൾ അത് ഒരു കലാകാരനെ ഭാവിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? ഭാവിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ഡേറ്റഡ് ആകാത്ത ഒരാളെ ബാധിക്കും. അപ്ഡേറ്റഡ് ആകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുതിയ കാലത്തിനനുസരിച്ച് വരുന്ന ടെക്നോളജികളും സാങ്കേതിക വിദ്യകളെയും സ്വീകരിക്കുന്ന ഒരാളെപ്പോഴും മുന്നേറിക്കൊണ്ടേയിരിക്കും. അത് ചിത്രകലയുടെ മാത്രം പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്, ആ ഫീൽഡിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ആളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പണ്ട് ആ കാലം കുറച്ച് നീണ്ടതായിരുന്നു. ഇപ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്കാണ്. അതുപോലെ തന്നെ അത് ചിത്രകല അത് വളരെ പെട്ടെന്നാണ്. ഇപ്പം പ്രോംപ്റ്റിംഗ് ആണ്. ഞാനൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള AI ജനറേറ്റഡ് പിക്ചേഴ്സ്. പണ്ടൊരു രാജാവോ പണക്കാരനോ ഒരു ആർട്ടിസ്റ്റിനോട് പ്രോംപ്റ്റ് ചെയ്യണം, എന്ത് എനിക്ക് ഇന്ന രീതിയിലുള്ള ചിത്രം വരച്ച് തരുമെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് കുത്തിനെ വരച്ച് തയ്യാറാക്കി കൊടുത്ത്, രാജാവ് പ്രോംപ്റ്റ് ചെയ്ത് ചിത്രം വരച്ചു കൊടുത്ത ആൾക്കാർ ആർട്ടിസ്റ്റുകൾ. ഇപ്പം ആ ആർട്ടിസ്റ്റിന് വേറെ രാജാവിന് വരെ നിങ്ങളും ഞാനും കമ്പ്യൂട്ടറിൽ പ്രോംപ്റ്റ് ചെയ്യും, എനിക്ക് ഇന്ന ചിത്രം വരച്ച് തരൂ. കമ്പ്യൂട്ടർ ഒരു ചിത്രം കൊണ്ട് തരും, നിമിഷങ്ങൾക്കുള്ളിൽ തരും. അതാണ് ഈ വ്യത്യാസം. അപ്പോൾ ഇത് കാലത്തിനനുസരിച്ച് മാറണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാജാ രവിവർമ്മ എന്ന് പറയുന്ന ചിത്രകാരൻ സൗന്ദര്യം നിറഞ്ഞ ചിത്രങ്ങൾ വരച്ചത് കൊണ്ട് മാത്രമല്ല അയാൾ വളരെ പ്രധാനപ്പെട്ട ചിത്രകാരനാകുന്നത്. അയാളാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരച്ച ചിത്രങ്ങൾ ബോംബെയിൽ പോയി പ്രിൻ്റ് എടുത്ത്, ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാം പറഞ്ഞ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പ്രിൻ്റുകൾ മുഴുവനും വിതരണം ചെയ്ത്, ഒരുപക്ഷെ നിങ്ങളുടെയും എൻ്റെയും ഹൈന്ദവ വീടുകളിലൊക്കെ കാണുന്ന പല ദൈവങ്ങളാക്കി അവരുടെ റൂമിൽ എത്തിച്ചു കൊടുത്തത് ഈ മനുഷ്യൻ്റെ പ്രയത്നം കൂടിയാണ്. അന്ന് അദ്ദേഹം അപ്ഡേറ്റഡ് ആണെന്ന് അതിൻ്റെ അർത്ഥം. പ്രിൻറ്റിങ് ടെക്നോളജിയെ കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്തു വന്നാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം ഓരോ കാലത്തും. അതാത് കാലം അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം.
ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാത്ത ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരെ ആരും അറിയാനൊന്നും പോകുന്നില്ല യഥാർത്ഥം. അതെ അതെ. സത്യത്തിൽ ഇപ്പം പണ്ടൊക്കെ നമുക്കൊരു എക്സിബിഷൻ നടത്തണമെങ്കിൽ ഒരു ചിത്രം വരച്ച് ആർട്ട് ഗാലറി കൊണ്ടുപോയി എക്സിബിറ്റ് ചെയ്ത് പണിയാണ്. ഇന്നൊരു ചിത്രം വരച്ച് നാളെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ശരാശരി 100, 200, 300, അത് നമ്മുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നല്ല റീച്ചൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ കാണുന്നത്. ഓരോ ദിവസവും എക്സിബിഷൻ നടത്താം. ഒരുപാട് ആളുകളിലേക്ക് തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ സംസാരിക്കാനാണല്ലോ, നമ്മളെ എക്സ്പ്രഷനെ ആൾക്കാരിലേക്ക് എത്തിക്കാനാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ഇപ്പം ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ദൈവം എത്രത്തോളം കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാറ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ചോദ്യമാണ്. ദൈവം എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്, വിശ്വസിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ദൈവം എന്ന് പറയുന്നത് മതങ്ങൾ ഉണ്ടാക്കി വെച്ച പേഴ്സ്പെക്റ്റീവിലാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും അതിനോട് പറയാനില്ല. അതേസമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഇവിടെ ഒരു ക്രിയേഷൻ നടന്നിട്ടുണ്ട്, ഒരു ടോട്ടലി ഈ പ്രപഞ്ചത്തിൽ ഒരു ക്രിയേഷൻ നടന്നിട്ടുണ്ട്, അതിൽ പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, അങ്ങനെ ഒരു ക്രിയേഷൻ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ആർട്ടിസ്റ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമോ അല്ലാത്തതായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. എത്ര മനോഹരമായിട്ടാണ് ഓരോ മൺതരി പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് പക്ഷികളുടെ നിറങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് മരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് പുഴകളെയും കാടുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ഗാലക്സികൾ ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത തന്മാത്രകളെയും മോളിക്യൂളുകളുടെയൊക്കെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പം വിഷ്വലൈസ് ചെയ്യുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ അണുവിലും ഓരോ സ്ഥലത്തും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്രിയേഷൻ അവിടെയൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ട് എങ്കിൽ, ഇപ്പോഴും കോൺട്രവേഴ്സിയലാണ്, ഞാൻ പിന്നെയും പറയുന്നു, ഉണ്ടെങ്കിൽ ആ ക്രിയേഷനാണ് ഏറ്റവും വലിയ ആർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് അതിനെ കാണാമെന്നുള്ളതാണ്. ഇതിലിപ്പം ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും യൂത്ത് ആണെങ്കിലും ഇപ്പം സാറ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കലാപരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾ എന്നുള്ളതിലുപരിയായിട്ടും അപ്പോൾ അവരൊക്കെ വളർന്നു വരേണ്ട ആളുകളാണ്, അവരുടേതായിട്ടുള്ള പാഷനിലും അവരുടേതായിട്ടുള്ള ലൈഫിലും കരിയർ ബിൽഡ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് സാറിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാറിന് പറയാനുണ്ടായിരിക്കും. അത്ര വലിയ അനുഭവം എനിക്കായിട്ടില്ല, നമ്മൾ ആ പാതയിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും അയാളുടെ ദൈനംദിനമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തതും ചെയ്യേണ്ടി വരും. സ്വാഭാവികമാണത്, ജോലി സംബന്ധമായത് ഒക്കെ പ്രൊഫഷൻ സംബന്ധമായി ചെയ്യേണ്ടി വരും. എന്നാലും ഒരു മനുഷ്യനെന്ന് പറയുന്നത് അയാളുടെ ഓർമ്മകളാണ്, അയാളുടെ ഇഷ്ടങ്ങളാണ്, അയാളുടെ സ്വപ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഇഷ്ടങ്ങളെ നമ്മളെപ്പോഴും പരിപാലിച്ചു കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് അവിടെ എത്താനാകുന്ന സമയത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ആ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എൻ്റെ ഇടം, ഇതാണ് എൻ്റെ ഇഷ്ടം. ആ സ്ഥലത്ത് നിന്ന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ആർട്ടിൻ്റെ മേഖലയാണെങ്കിൽ അത് ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും മറ്റുള്ളവരിലും ആനന്ദമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ചിത്രവും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ശില്പവും മറ്റുള്ളവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഓരോ കലാസൃഷ്ടിയും, അതെന്തോ ആയിക്കോട്ടെ, സിനിമയോ എന്തോ ആയിക്കോട്ടെ, ഓരോ കലാസൃഷ്ടിയും മറ്റുള്ളവരെ കൂടി സ്വാധീനിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ എമർജ് ചെയ്ത് വരുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ, നിലനിൽക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ ഒക്കെ പറയാനുള്ളത്, നിരന്തരം കലയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക, വർത്തമാനം പറയുക എന്നുള്ളതിനേക്കാളുപരി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാനിതാ ഒരു നല്ല ചിത്രം വരച്ച് തീർത്തു എന്ന് പറയുന്നതല്ല, ഞാനിതാ ഒരു നല്ല ചിത്രം വരയ്ക്കാൻ വേണ്ടി ഈ ചിത്രം കൂടിയും വരച്ചു. പുതിയ ഓരോ ചിത്രത്തിലേക്കുള്ള യാത്രകളായി, പുതിയ ഓരോ ശില്പങ്ങളിലേക്കുള്ള യാത്രയായി, പുതിയ ഓരോ പ്രൊഫഷനിലേക്കുള്ള യാത്രകളായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ ശരിക്കും ഓരോ ചിത്രങ്ങളും മറ്റൊന്നിലേക്കുള്ള ഒരു യാത്രയാണെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോന്നും മറ്റൊന്ന്. നമ്മൾ ഈ പെർഫെക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, ഞാനതിലൊരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്തോ ഒരു അടുത്തത് ചെയ്യുമ്പോൾ ഇതിൽ നന്നാക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
തീർച്ചയായും. അത്ര പുതിയൊരു ആശയത്തെ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണെന്നുണ്ട് അയാൾ എപ്പോഴും എല്ലാ ഭാഗവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഭാഗവും റോഡ് മുക്കൂടി നടന്നു പോകുന്നതിന് ചിലപ്പോൾ അവിടെ കാണുന്ന ഏതെങ്കിലും ചെടിയോ അല്ലെങ്കിൽ നടന്നു പോകുന്ന മനുഷ്യന്മാരൊക്കെ നമ്മൾ നന്നായി നോക്കും. അയാളുടെ നടത്തത്തിൻ്റെ സ്റ്റൈല്, അയാളുടെ മുടി എങ്ങനെ, അയാളുടെ ജസ്റ്റേഴ്സ് എങ്ങനെ, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും വീട്ടിൽ പോയിട്ട് നമ്മൾ സ്കെച്ച് ഇടുന്നുണ്ടാകുക, അല്ലെങ്കിൽ ആ നടന്നു പോയ സീനായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറയാം കൊട്ടമടയുന്ന സീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ നമ്മൾ ടൗണിൽ കൂടി നടന്നു പോകുന്ന നേരം ഞായറാഴ്ചകളിൽ കൊട്ട വെക്കുന്ന ഒരാളെ കാണുന്ന നേരം നമുക്ക് തോന്നും ഇതൊന്ന് വരച്ചാലോ. അതെ. അപ്പോൾ ഒരു അപ്പോൾ അതെ അതെ ഇടയിൽ കയറുന്നല്ല, കലാകാരൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒബ്സർവർ ആയിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കണം. ഒരു നല്ല നിരീക്ഷകനും മാത്രമേ നല്ലൊരു ആർട്ടിസ്റ്റ്. നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു കുട്ടിയോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി മലയും മാത്രമേ, ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അയാൾ നല്ല നിരീക്ഷകനായി മാറുമ്പോൾ അയാളിൽ കൂടുതൽ സാധനങ്ങൾ വരും. അങ്ങനെയാണത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വെറും അത് ചിത്രത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അത് അയാൾ ഇതിനേക്കാളും കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടി വരും. കാരണം അയാളുടെ ക്യാരക്ടർ സീൻ ബൈ സീൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രശസ്തരായ നമ്മൾ പറയുന്ന വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ സിനിമ ഉണ്ടാക്കിയതിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഈ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. ഭരതൻ, അല്ലെങ്കിൽ ജി അരവിന്ദൻ, അല്ലെങ്കിൽ IV ശശി, ഇവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളും കൂടിയായിരുന്നു. അവരുടെ നിന്ന് വരുന്ന സിനിമകൾക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രത്യേകതയും കാണാമായിരുന്നു. അതുകൊണ്ട് ആർട്ടിസ്റ്റ് എപ്പോഴും എല്ലായിടത്തിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, അതെന്ത് ഇതെന്ത്, ഇയാളെ മനസ്സിലിങ്ങനെ സ്റ്റോർ ചെയ്യും, വരച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി കൂടുതൽ പ്രൊജക്റ്റുകൾ നമ്മളിപ്പം പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ടാവും. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോറി ആയിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇനി മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ, പ്ലാനുകൾ, ഇപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തു. ഇപ്പോൾ ഓരോ ഫ്രെയിമിൽ നമുക്കൊരു സിനിമ ഉണ്ടാക്കാനുള്ള സ്റ്റോറീസ് വരെ ഉണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രൊജക്റ്റുകൾ മനസ്സിൽ ചിത്രം വരയ്ക്കൽ തന്നെയാണ്. വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒന്ന് തുടങ്ങി വെച്ച് പകുതികളായിപ്പോയി. അത് വടകരയുടെ ചിത്രങ്ങളായിരുന്നു. വടകര കടത്തനാട് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ട കടത്തനാടല്ലാത്ത പക്ഷെ അതിനോടൊക്കെ ചേർന്ന് വരുന്നതുമായ കുറേ സീരീസൊക്കെ, കുറേ യാത്രകളൊക്കെ ചെയ്തു. വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എവിടെയോ അങ്ങ് ഫ്രീസായിപ്പോയി. അതിനുശേഷം പിന്നീട് മനസ്സിൽ വന്നതാണ് അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലാത്ത ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുനാളിൽ പോകുന്നവരെ അവിടെ ഈ ഒരു പെട്ടിക്കടയിൽ വത്തക്ക മുറിച്ച് വെക്കുന്ന ആൾ ഇപ്പോഴും ആ ജോലി ചെയ്യുന്ന ആളായിരിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അവരൊന്നും ആരും എന്ത് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണാത്ത ആൾക്കാരെ വരയ്ക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പം ഞാനൊരു ചെറിയൊരു പുസ്തകത്തിൻ്റെ പണിയിലാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ഒരു നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ടായ ഒരു കെമിസ്ട്രിയും ചിത്രവും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ ഒരു പണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് എത്രത്തോളം നന്നാവും അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ബട്ട് അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്വപ്നങ്ങളൊക്കെ നല്ല രീതിയിൽ സഫലമാവട്ടെ. ഇപ്പോൾ ഇത്രയും സമയം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചിത്രങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ ഓരോ ചിത്രം കാണുന്ന സമയത്ത് പോലെ തന്നെ മാഷ കാണുമ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു ചിത്രം മാത്രമാണ്, പക്ഷെ ഒരുപാട് കഥകൾ പറഞ്ഞു തിരിയാത്തത് ഇനിയും ഉണ്ട്. അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇതുപോലൊരു സമയത്ത് ഇനിയും സംസാരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ആളുകളായിട്ട് പങ്കുവെക്കാം. എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയത്തിൽ നമ്മളുമായിട്ട് സംസാരിക്കാൻ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു.